ഇങ്ങനെ ആദ്യം മടക്കിയിട്ട് വിട്ട് എനിക്ക് എക്സ്ട്രാ സ്മോളുകാർക്കൊക്കെ ഇങ്ങനെ മടക്കിയാൽ വിട്ട് വെച്ച് മടക്കിയാൽ ശരിയാവുള്ളൂ. ഇപ്പം എനിക്കൊക്കെ സ്മോളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക, തിരിച്ചിടുക. അപ്പോഴേ എനിക്ക് കറക്റ്റ് ആവുള്ളൂ. ഇത് ഞങ്ങൾ ടോപ്പിൻ്റെ ഭാഗമാണ്. ഷർട്ട് പോലെ ആയതുകൊണ്ടാണ് ഇത്രയും ഇഞ്ച് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഞാനത് മടക്കിയേക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ബാക്ക് ഫ്രണ്ടും സെയിം അളവിൽ തന്നെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി മാറ്റി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കിനും ഫ്രണ്ടിനും വേറെ വേറെ അളവാണല്ലോ. ഇത് രണ്ടും ഇങ്ങനെ രണ്ടായിട്ട് മടക്കി എന്നിട്ട് ഒരെണ്ണം ഇതാ ഇങ്ങനെ മാറ്റിയ ഒരെണ്ണം ഒരു 1.2 വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഈ സ്കെയിലിൻ്റെ അളവിൽ ഇത് ഇങ്ങനെ മാറ്റിയത്. എന്നിട്ട് ഇതിങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഇതിവിടെ വെച്ചിട്ട് ഷേപ്പ് മാറ്റിയ. പിന്നെ ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ടോപ്പിൻ്റെ ഇറക്കം വന്നിട്ട് നമുക്ക് 12 കൊടുത്താൽ മതി കേട്ടോ. യോക്ക് പോർഷൻ്റെ അവിടെ എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ സീം എലമെന്റ്സ് മാറ്റിയ നേരെ കട്ട് ചെയ്യും. ഇനി നമുക്ക് ഇത് എക്സ്ട്രാ ആണല്ലോ, എന്തുവാ ഇത് വന്നിട്ട് എക്സ്ട്രാ അല്ലേ, അതായത് ബട്ടന് വേണ്ടിയുള്ളത്. അപ്പം അവിടെ ഒന്ന് കട്ട് ചെയ്തിടാം. ഫ്രണ്ടിലാണ് ബട്ടൺ വെക്കുന്നത്. കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ മടക്കാം. അകത്തോട്ട് മടക്കി സെയിം ലെവലിൽ വെക്കാം. ഇനി നമുക്ക് നെക്ക് മാറ്റാം. അതിന് വേണ്ടി ഇവിടെ നിങ്ങോട്ട് 3 ഇഞ്ച്, ഇവിടെ നിങ്ങോട്ട് 3.5 ഇഞ്ച്, എന്നിട്ട് ഒരു സർക്കിൾ പോലെ വെച്ചു. എന്നിട്ട് ഇവിടെ നിങ്ങോട്ട് 1 ഇഞ്ച് വാങ്ങിക്കും ബാക്ക് നെക്കിന് വേണ്ടി. എന്നിട്ട് ഇങ്ങനെ ഈ 1 ഇഞ്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം ഫസ്റ്റ്. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ചെരിച്ച് വെക്കാം. ഇനി നമുക്ക് സോറി നമ്മൾ ബാക്കിലാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തത്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ബാക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്ത് ഇനി ആം ഹോൾ
കുറച്ച് കയറ്റി ഫ്രണ്ടിൽ ഒന്ന് വരയ്ക്കണം. ജസ്റ്റ് ഇങ്ങനെ ആ ഷേപ്പിൽ തന്നെ കുറച്ച് കയറ്റി വരച്ചാൽ മതി. ഫ്രണ്ടായി. ഇനി കോളർ വേണം, പിന്നെ താഴത്തോട്ടുള്ള ഫ്രില്ല് വേണം, സ്ലീവ് വേണം. താഴത്തോട്ടുള്ള ഫ്രില്ലിന് വേണ്ടി ടോട്ടൽ ടോപ്പിൻ്റെ ലെങ്ത് 20 ആണ്. 22 ഇത് വേണം. 22. അപ്പം 12 കഴിഞ്ഞിട്ട് ബാക്കി 22, 23, അതായത് 11 ഇഞ്ചാണ് ഫ്രില്ലിൻ്റെ ഇത് മാറ്റിയത് താഴത്തോട്ടുള്ളത്. മാർക്ക് ചെയ്യുന്നത് ഇതേപോലെ ഫ്രണ്ടിലും വേണമല്ലോ. അപ്പം അതിന് വേണ്ടി സെയിം അളവിൽ തന്നെ ഒരെണ്ണം കൂടെ കട്ട് ചെയ്യണം. ഇത് താഴത്തെ ഭാഗമായി. ഇനി നമുക്ക് സ്ലീവ് വേണം. അതിന് മുമ്പ് നമുക്ക് സ്ലീവ് വേണം. സ്ലീവിന് മുമ്പ് നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാതെ. കോളർ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കോളർ ഇപ്പം അല്ല പിന്നെ കട്ട് ചെയ്യാം കേട്ടോ. കാരണം ഷോൾഡർ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം. രണ്ടായിട്ട് മടക്കുന്നത് എത്ര ലെങ്ത് വേണമെന്ന് നോക്കണം. എനിക്ക് ഒരു 10.5 ലെങ്ത് മതി. 10.5 കറക്റ്റ് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ഒരു 11 വിട്ട് വരുന്ന രീതി മടക്കാം. പഫ് സ്ലീവ് ആയതുകൊണ്ടാണ്. ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇറക്കം ലെന്ത് 10.5, വിട്ട് വരുന്ന 11. ഇനി നമുക്ക് ഇവിടെ നിങ്ങോട്ട് 3.5 മാറ്റിയാൽ ഇത് ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം. ഇത് ക്ലോസ്, ഇത് ഓപ്പൺ. ഇവിടെ നിങ്ങോട്ട് 3.5 മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങോട്ടൊരു 9.5 മാറ്റിയാണ്. എന്നിട്ട് ആ ഒരു പോയിന്റിലോട്ട് ഇങ്ങനെ ഇത് സ്ലോപ്പ് വരച്ചിട്ട് നടുക്കൊരു മാർക്ക് ചെയ്തിട്ട് ഇവിടെ പൊക്കത്തോട്ട് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഒരു എസ് പോലെ മാർക്ക് എന്നിട്ടത് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ചെറുതായിട്ടൊരു ചെറിയ കട്ട് കൊടുക്കാം. താഴെ നമുക്ക് എലാസ്റ്റിക് വെക്കാനുള്ള, പിന്നെ ഈ പൊക്കത്ത് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും.
സ്ലീവ് റെഡിയായി. ഇനി കോളറിന് വേണ്ടി നമുക്കിങ്ങനെ മടക്കിയിടാം. ഇതിങ്ങനെ മടക്കി ബാക്കിയുള്ള ഭാഗം ഇത് 2.5 മീറ്ററാണ് മേടിച്ചേക്കുന്നത്. ഇതിങ്ങനെ മടക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വന്നിട്ട് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ല, ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ ഇത് ലാസ്റ്റിക്ക് ഇങ്ങനെ മടക്കി അടിക്കണം. ഓക്കെ, 2 സ്ലീവിലും അങ്ങനെ ചെയ്യണം. ഞാൻ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ലൂസ് ഇട്ട് കറക്റ്റ് ഇവിടെ വെക്കുക, കുറച്ച് ലൂസ് ഇട്ട് എടുക്കുക. നിങ്ങളുടെ എലാസ്റ്റിക് പോലെ എടുത്താൽ മതി, എത്ര വലിയും എന്നൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് എലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ നമ്മൾ താഴത്തേക്ക് ഇതെടുത്തില്ലേ, അത് നമുക്ക് ഹാഫായിട്ട് മടക്കാം. ഒരു സൈഡിൽ ഹാഫായിട്ട് മടക്കിയിട്ട് ഫ്രണ്ട് 2 പീസല്ലേ, സോ ഇങ്ങനെ മടക്കിയിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ പോർഷന് വേണ്ടിയാണ് 2 മറ്റേത് അതേപോലെ തന്നെ ബാക്കിൽ ഫ്രില്ലിട്ട് കൊടുക്കണം. ഫ്രില്ലല്ല, ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഫ്രണ്ടിലും ഇതേപോലെ. ഫ്രണ്ടിൽ ഇപ്പം ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ നേരിടണമെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ഇങ്ങനെയാണല്ലോ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് ഇരിക്കുന്നത്. അപ്പം ഈ ഫ്രണ്ടിലെ ഭാഗത്ത് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നല്ല വശം ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഇവിടെ നമ്മൾക്ക് മടക്കി അടിക്കാനുള്ളതാണല്ലോ ബട്ടൺസ് വെക്കുന്നത്. അപ്പം ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം ഇവിടെ തൊട്ട് നമ്മൾ ചെറിയത് ഇങ്ങനെ മടക്കി ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഇവിടെ വരെ പ്ലീറ്റ് ഇടണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലെയിൻ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കണം. അങ്ങനെ 2 സൈഡും ചെയ്യാം. അത് ചെയ്തിട്ട് വരാം കേട്ടോ. പിന്നെ ബാക്കിലാണെങ്കിൽ ആ വലിയ പീസ് എടുക്കണം. ഇത് 2 പകുതി. ഈ ഫുൾ പീസ് എടുത്തിട്ട് നിവർത്തിയിട്ട് ഇങ്ങനെ നല്ല വശവും വെച്ചിട്ട് ഇവിടുന്ന് കുറച്ച് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ പ്ലീറ്റ് അടുപ്പിച്ചിടുക. നിങ്ങളുടെ ഇഷ്ടം. വേണമെങ്കിൽ മറ്റേ ഫ്രില്ലൊക്കെ ഇടാം കേട്ടോ. അപ്പം ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ എൻഡ് വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിട്ട് മിച്ചം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ റോൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും, അവിടെ അങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെ ചെയ്തിട്ട് വരാതെ ഇത് സ്ലീവിന് എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് താഴെ. ഇനി ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ലീവ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പം അത് ഞാൻ കാണിച്ചത്. സ്ലീവ് ഇങ്ങനെ വെക്കുക, നിർത്തി ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇവിടെ നല്ല വശവും കൂടെ ഇങ്ങനെ വെക്കാം. ഇത് നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പിന്ന് കൂട്ടണം. എന്നിട്ട് ഇവിടെയും പിന്ന് കൂട്ടണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആദ്യം പ്ലീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ നടുക്കുന്ന പുറത്തോട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ഇങ്ങനെ മടക്കി ഇട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ പ്ലീറ്റ്സ് ഇട്ടു, ഇവിടെ മടക്കി അടിച്ചു. കണ്ടോ, ബട്ടൺ വെക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് പകുതി മടക്കണം. കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. കറക്റ്റ് ഹാഫാക്കി മടക്കാം.
പിന്നെ കറക്റ്റ് മടക്കി വെച്ചിട്ട് താഴത്തേക്ക് എടുക്കണം. എന്നിട്ട് കോളർ കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതിങ്ങനെ നിവർത്തിയിടുക. കുറച്ച് വീതി നീളമുള്ളത് എടുക്കണേ. എന്നിട്ട് ഇത് പുറത്തോട്ട് വെക്കണം. കുറച്ച് ഇവിടെ വിട്ടിടണം കേട്ടോ. എന്നിട്ട് ചേർത്ത് വെച്ചു. കുറച്ച് ഇവിടെ ഇത് വിട്ടിട്ട് കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഇത്തിരി തയ്യൽത്തുമ്പ് വിട്ടേക്കണം കേട്ടോ. കട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എന്നിട്ട് ഇത് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനത്തെ കോളർ വേണമെന്ന് ഷേപ്പ് വരയ്ക്കാം. എത്ര വിട്ട് വേണം അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ ക്യൂട്ടാകാൻ വേണ്ടി വലിയ കോളറാണ് കേട്ടോ വരയ്ക്കുന്നത്. ഒരു 4.5 ഇഞ്ചിൻ്റെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെയും മാർക്ക്. ഇവിടെ 4 മതിയേ. ഇവിടെയും 4 മതി. എന്നിട്ട് ഞാൻ റൗണ്ട് ഈ ഒരു ഷേപ്പ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ താഴത്തിട്ട് താഴത്തോട്ട് ഇങ്ങനെ ഒരു മുട്ട പോലത്തെ ഷേപ്പാണ്. ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാട്ടോ. എന്നിട്ട് ഇതേപോലെ 2 എണ്ണം വേണം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കും. ഇങ്ങനെ മടക്കുമ്പോൾ 2 എണ്ണം കിട്ടുമല്ലോ. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ അകത്തെ ഭാഗം കട്ട് ചെയ്തിട്ടില്ലേ, അതേപോലെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയത് ഫ്രണ്ട്, ഇത് ബാക്ക് കേട്ടോ. ഇച്ചിരി റൗണ്ടാണ്. ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ ഫ്രില്ല് വേണം. ചെറിയ ഫ്രില്ല് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് നീളമുള്ള തുണി കട്ട് ചെയ്യാം. ഇത്രയും നീളമാണ് മിച്ചമുള്ള. അപ്പം അതിങ്ങനെ മടക്കിയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് മടക്കിയിട്ട് എളുപ്പത്തിന് കട്ട് ചെയ്യും. എന്നിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേപോലെ 2 എടുത്ത് എത്ര ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് 3 ഇഞ്ചിൻ്റെ 2 നീളമുള്ള തുണി കട്ട് ചെയ്തു. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇതൊരു പ്ലീറ്റ്സ് ആയിട്ട്
ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഇത് പ്ലീറ്റ്സ് താഴെയാണെങ്കിൽ ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഇതിങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാവേ. കണ്ട ഞാനിത് ഞാൻ നേരത്തെ കട്ട് ചെയ്തതും കുറച്ചും കൂടെ കൂടുതൽ ഇരട്ടി വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ എല്ലാം കൂടെ പ്ലീറ്റ്സ് ആക്കി ഇങ്ങനെ വെച്ചേക്കോണ്ട. ഈ ഒരു ഇതിൻ്റെ 4 ഇരട്ടിയുടെ +2-3 ഇഞ്ചും കൂടെ കൂടുതൽ വേണം ഈ ഒരു നീളം, ഇതിൻ്റെ നീളം വരുന്നത്. അപ്പം ഇതിനി ഇവിടെ ആണെങ്കിൽ ക്ലോസ് ആയിട്ട് വേണമായിരുന്നു ഇരിക്കാൻ. കുഴപ്പമില്ല, ഞാനിവിടെ ഒരു 1 സ്റ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതിപ്പോൾ ഒരു സൈഡേ ആയിട്ടുള്ളൂ, ഇതേപോലെ ഒരു സൈഡും കൂടെ വേണം ഗൈസ്. ഈ ഒരു കോളറിൻ്റെ ഇവിടെ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ നേരെയല്ലേ ഇരുന്നേ, അങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ, സോറി. അതങ്ങനെ ഇരുന്നാൽ വൃത്തികേടാ. അപ്പം ഞാൻ ഈ പോയിൻ്റില്ലേ, നമ്മുടെ ഫ്രണ്ട് പോയിൻ്റ്, അവിടെ നിന്ന് ഇങ്ങനെ കർവ് കൊടുത്തു കേട്ടോ. അപ്പോൾ അതേപോലെ ഇതും വെട്ടണം. ഇതേപോലെ 4 പീസ് വേണം കേട്ടോ. അപ്പം 4 പീസ് ഇതേപോലത്തെ ഞാൻ എടുക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിരുന്നു നല്ലത്. അങ്ങനെ നിങ്ങൾക്ക് മടക്കി ഇട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ അറേഞ്ച് കൂടുതൽ എടുത്തുകൊണ്ട് ഇങ്ങനെ ഞാനിവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കും കേട്ടോ. ഓക്കെ, ഇപ്പം ഇതുണ്ടോ, ഇത് ഞാൻ ജോയിൻ ചെയ്തു. ഇതേപോലെ 4 ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഒരു സൈഡ് ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഈ നല്ല വശത്തോട്ട് ഇത് ഞാൻ ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് നല്ല വശത്ത് ഇത് നല്ല വശം ഇവിടെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നല്ല വശം ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാണ് ഇതേപോലെ ഇരിക്കും. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ചുറ്റും. ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇതിനകത്തോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകും. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ കമത്തിയിടണം. എന്നിട്ട് ഇടുവല്ല കേട്ടോ. ആദ്യമേ ഇതിങ്ങനെ മടക്കി ഇതേപോലെ അകത്തോട്ട് ഇപ്പം സ്റ്റിച്ച് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം എടുത്തിട്ട് ഇതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ പുറത്തോട്ട് വെക്കണം. എന്നിട്ട് അങ്ങനെ കറക്റ്റ് ഇതേപോലെ പിന്ന് കുത്തി വെച്ചോ. എന്നിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കറക്റ്റ് പിന്ന് കുത്തി വെച്ചിട്ട് സെയിം ഈ ഒരു പോയിന്റ് തൊട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്നും സ്റ്റിച്ച് ചെയ്യില്ല, ഈ ഒരു പുറം ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് തിരിച്ചെടുക്കുക. അതാ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്തിട്ട് വരാതെ ഇങ്ങനെ പിന്ന് കുത്തുക. കറക്റ്റ് പിന്ന് കുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും വൃത്തിയായിട്ടിരിക്കും. ഇങ്ങനെ ചുറ്റും പിന്നെ കുത്താം.
ഇവിടെ വെച്ച് ബാക്കി ചുറ്റും സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഞാൻ പിന്ന് കുത്തി കഴിഞ്ഞപ്പോൾ ഇത്രയോ മിച്ചം വന്നു ഒരെണ്ണത്തിൽ. ഞാൻ സെയിം അളവാണ് വെട്ടിയത്, പക്ഷെ ഇങ്ങനെ വന്ന്. അപ്പം നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ മിച്ചം വന്നില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അടി അടിച്ചാൽ മതി കേട്ടോ. കണ്ടോ? അപ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് എല്ലായിടത്തും ഒരു ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇപ്പറ വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കാം. അപ്പം മറിക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും. എല്ലാ കർവിൻ്റെ അവിടെയും ഓരോ കട്ട്. നല്ല കട്ടിയുള്ള തുണിയാണ്. ഇനി നമുക്ക് തിരിക്കാം കേട്ടോ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്കിലോട്ട് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് എൻ്റെ ഇച്ചിരി കാണുന്ന സെയിം കളർ അല്ലാത്തതുകൊണ്ട് ഇവിടെ നൂലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അഴിച്ച് കളയും. ഇത് നമ്മുടെ ഡ്രസ്സ് എടുക്കുക, നെക്ക് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പിന്ന് കുത്തി ഇങ്ങനെ ഇവിടെ എത്തിക്കാം. ഇനിയിപ്പോൾ കറക്റ്റ് എത്തുന്നില്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞ് എത്തിച്ചാൽ മതി കേട്ടോ. കറക്റ്റ് കണ്ടോ? ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ക്രോസ് പീസ് എടുത്ത് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അകത്തോട്ട് മടക്കി അടിക്കാനാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്കിൻ്റെ അവിടെ ഇച്ചിരി കയറിപ്പോയി. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഈ ക്രോസ് പീസ് എടുക്കുക. ഇവിടെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു നെക്ക് ഡ്രസ്സുമായിട്ട്. ഇനി ക്രോസ് പീസ് എടുക്കുക. നല്ല ചീത്ത വശത്തോട്ട് ഇങ്ങനെ ഒരു മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവിടെ എത്തിക്കണം. എന്നിട്ട് അതിങ്ങനെ ബാക്കി കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ ക്രോസ് പീസ് വെച്ചടിച്ച് രണ്ട് സൈഡിൽ ഇങ്ങനെ മടക്കി വെച്ചു. ഇനി നമുക്ക് ഇവിടേക്ക് ഒരു കട്ടിടാം. ഇങ്ങനെ കട്ടല്ല അടുത്തൊന്ന് ഇട്ട് കൊടുക്കണം. ഈ കേർവിൻ്റെ അവിടെയൊക്കെ കട്ടിട്ട് കൊടുക്കണേ. സ്റ്റിച്ചേ കൊള്ളാതെ വേണം കട്ട് ചെയ്യാട്ടോ.
വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങോട്ടാക്കിയിട്ട് താഴെ സ്റ്റിച്ച് ചെയ്ത ഭാഗം എന്നിട്ട് ഇത് ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യാതെ. ഇനി നമുക്ക് തിരിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മടക്കാം. എന്നിട്ട് അകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഫുള്ള് ഇങ്ങനെ വെക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഓക്കെ, ഇങ്ങനെ എന്നിട്ട് അകത്തോട്ട് വെക്കണം. എന്നിട്ട് ഇത് നമ്മുടെ കോളർ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വെച്ചാലുള്ള, അല്ലാതെ സ്റ്റിച്ചായി പോവേ. ഇത് ഇങ്ങനെ മടക്കി കൊടുത്ത് മറ്റേ എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ടത് ഈ എൻ്റെ കൊണ്ട് ഇപ്പം നെക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. സ്ലീവ് എടുക്കുക, നല്ല വശം പൊക്കത്ത് വരണം, ചീത്ത വശം അകത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക താഴെ വരെ. നൂല് വിട്ടുപോയി, ഞാൻ വേറെ ഒന്ന് ഇങ്ങനെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 2 സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലുള്ള ഇങ്ങനത്തെ പാർട്ടില്ലേ അത് ഇങ്ങനെ ഉള്ളത് കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓവർലോക്ക് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ നല്ല ഫിനിഷിങ് ആയിരിക്കും. പോക്കറ്റ്, കുർത്തി അങ്ങനെയുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി 2 സൈഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് താഴെ ഇവിടെ ലെവലാണോ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് 2 ലെവലാക്കണം. മറ്റേ സൈഡ് നോക്കണം. അതെ, ഒരേപോലെ. ഇനി നമുക്ക് താഴെ ഒന്ന് മടക്കി അടിക്കാം കേട്ടോ. ഇങ്ങനെ താഴെ അടിച്ചു. ഇനി നമുക്ക് ഇത് മറിച്ചിടാം. ചീത്തവശം ഇങ്ങനെ പുറത്ത് വരുന്ന രീതി ഇട്ടിട്ട് ഈ സൈഡില്ലേ അത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അത് നമുക്ക് ഇങ്ങനെ വെച്ച് ചേർത്തടിച്ചു കൊടുക്കാം.
ഞാൻ 2 ഇഞ്ച് വിട്ടാക്കി കുറേ പീസുകൾ ഇങ്ങനെ എടുത്തോട്ടോ, നമുക്ക് ടൈ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള മിച്ചം വന്ന പീസുകളിൽ നിന്നെല്ലാം കട്ട് ചെയ്തെടുക്കുക. വേറെ ഫാബ്രിക് ഇല്ലാത്തതുകൊണ്ട് എല്ലാം ജോയിൻ ചെയ്തെടുക്കുക, നല്ല വശം വെച്ച്. ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ 14 ഇഞ്ച് ലെങ്തുള്ള 6 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെടുത്തിട്ട് 2 സൈഡ് ഇങ്ങനെ മടക്കി, ജസ്റ്റ് ഒന്ന് മടക്കി പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. 2 സൈഡ് ചീത്ത വശത്തോട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പതിനാലാണ് ലെങ്ത് വരുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ 2 സൈഡ് അകത്തോട്ട് മടക്കിയിട്ട് പകുതിന്ന് ഇങ്ങനെ 2 സൈഡ് അകത്തോട്ട് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കുക, എന്നിട്ട് വീണ്ടും ഒരു മടക്കുക. ഈ ഒരു വിട്ട് കിട്ടും. എന്നിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാം. 2 ഇഞ്ച് വിട്ടും 14 ഇഞ്ച് ലെങ്തുള്ള ഇങ്ങനത്തെ 6 പീസ് വേണേ. അപ്പം ഇങ്ങനെ ഇതേപോലത്തെ 6 പീസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് വരാം കേട്ടോ. അല്ല വേണ്ടായി, ഇങ്ങനത്തെ 6 പീസ് ഞാൻ ചെയ്തോളാം. എന്നിട്ട് ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 3 ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒന്ന് നെക്കിൻ്റെ കോളറിൻ്റെ ഇവിടെ ഒരെണ്ണം അകത്ത് വേണം കേട്ടോ, അകത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. കോളറിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടൺ കൊടുക്കാം, എനിക്കിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് ഇതിൻ്റെ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, 2 സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ഇതിങ്ങനെ അല്ലായിരുന്നു ശരിക്കും ചെയ്യേണ്ടത്, പക്ഷെ അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ ബട്ടൺസ് വെക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു പോകുന്നത്. പിന്നെ ലാസ്റ്റാണ് ഈ ടൈ കെട്ടാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാട്ടോ, അതുകൊണ്ട് ഇങ്ങനെ അടിക്കുന്നത്. അങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങനെ വിസിബിൾ ആയിരിക്കും. ഇത് സെയിം കളറാണ്, വിസിബിൾ അല്ലായിരിക്കും കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ അല്ല ഇപ്പോൾ ടൈ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ ചെയ്യാം. ബാക്കിയും കൂടെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഷർട്ടാക്കാനാട്ടോ ഉദ്ദേശിച്ചത്, പിന്നെയാണ് ഞാൻ ടൈ ആക്കാമെന്ന് വിചാരിച്ചത്. സോ ഫസ്റ്റ് ഞാൻ ഷർട്ട് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. നിങ്ങൾ ഇങ്ങനത്തെ ചെയ്തോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? ഇത് ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നാളെ ഇങ്ങനെ ടൈ ചെയ്യുന്ന ഒരു ടോപ്പ് വേണമെന്ന് വിചാരിച്ചിട്ട്.
അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ആവാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്ത സ്റ്റൈൽ ഇഷ്ടമായോ? നോക്കി. ഔട്ട്ഫിറ്റ് നിങ്ങൾ 10ൽ എത്ര തരുമെന്ന് കമൻറ്റ് ചെയ്യട്ടോ.